Good evening, teacher. Amal, good evening. Homework Good evening, teacher. Good evening. ഞാൻ ബുക്കും കൊണ്ടുവന്നിട്ടില്ല. എന്താ ബുക്ക് എടുക്കാൻ മറന്നോ? അറ്റ്ലീസ്റ്റ് ഒരു ബാഗ് എടുക്കുമ്പോ വെയിറ്റ് ഒന്നും നിനക്ക് തോന്നുന്നില്ലേ? ആ ദേഷ്യമുള്ള ഞാൻ ഈ ഒരു ഇതിന് തീർക്കേണ്ടി വരും. ടീച്ചറെ, ഞാൻ ഉറക്കത്തിൽ നീച്ച് നടക്കുമ്പോൾ ബുക്കിനെ കാണാനില്ല. ബുക്ക് എങ്ങോട്ടോ പോയി. അപ്പൊ എന്താ ചെയ്യുക? എന്താണ് ക്ലാസ് വേണം ബുക്കൊക്കെ എടുത്തു. മതി മതി മതി, വീട്ടിൽ പോയി ബുക്ക് എടുത്തു വാ. എന്നാ ശരി ടീച്ചർ. ഗുഡ് ഈവനിങ് ടീച്ചർ. ഹായ് റീമ. ഗുഡ് ഈവനിങ് റീമ. ടീച്ചർ ഇന്ന് പയറുപ്പേരിയാണല്ലോ, ഞാൻ ഇങ്ങനെ വേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം ടീച്ചറെ. ഓക്കെ, ഇത്ര വലുപ്പം മതിയില്ലേ? ഇത്ര വലുപ്പമല്ല കേട്ടോ, ഇത്ര വലുപ്പം മതി കേട്ടോ. ഒട്ടിക്കാം. ഗുഡ് ഈവനിങ് ടീച്ചർ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ലേറ്റ് ആയി വരുന്നെന്ന്. ഇനി നീ ലേറ്റ് ആയാല ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ടീച്ചറെ, പുറത്ത് ഹോസ്റ്റലൊന്നും ഇരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ടീച്ചറെ, ഞാൻ ഫീസ് കൊടുക്കുന്നു കേട്ടോ. ഫീസ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഗുഡ് ബൈ. ടീച്ചറെ, ഞാൻ ബുക്കൊക്കെ കൊണ്ടു. ലിസൺ, ഇന്നത്തെ ഹോംവർക്ക് ചെയ്യാത്തവരാരൊക്കെ? എപ്പോഴും ചെയ്യാത്ത ആൾക്കാരാണല്ലോ. അംജദ്, എന്തുകൊണ്ട് നീ ചെയ്തില്ല? കാരണം പറയ്. അംജദ്, നീ എന്റെ ഫോൺ എടുത്തത് നിന്റെ മമ്മീനെ വിളിക്ക്. നീയും മമ്മിയും കൂടി ഹോംവർക്ക് ചെയ്യ്, എന്നിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാ മതി. റഹൻ, നീ ചെയ്തില്ല? നീ ആ ഫോൺ കഴിഞ്ഞിട്ട് നീയും നിന്റെ മമ്മിനെ വിളി. അമൽ, നിന്റെ ഹോംവർക്ക് കൊണ്ടുവാ. ഹോംവർക്ക് ഇനി ഇത് ഞാൻ തന്നെ തുറക്കണോ? ഒന്ന് തുറന്ന് തന്നൂടെടോ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് ആണ് നോക്കുകയാണ്. ഫസ്റ്റ് വരുന്നത് അമലാണ്. അമലിന് 17 out of 20. അമൽ, നീ ഇപ്രാവശ്യം വളരെയധികം ഉഴപ്പനായിട്ടുണ്ട്. ഈ ഒരു 3 മാർക്ക് നീ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്തോ? ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. നാളെ വരുമ്പോ ഈ ഒരു ആൻസർ ഷീറ്റ് നീ 10 പ്രാവശ്യം ക്വസ്റ്റ്യനും ആൻസറും 10 പ്രാവശ്യം എഴുതി കൊടുത്തിട്ട് ക്ലാസ്സിക്ക് വന്നാ മതി. ഓക്കെ അമൽ, ഇങ്ങോട്ട് വാ വാ വാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നാ കൊണ്ടേക്ക് നിന്റെ ആൻസർ ഷീറ്റ്. ഇനി അടുത്തത് റഹദ്. റഹദിന്റെ മാർക്ക് എത്ര അറിയണ്ടേ? 19 out of 20. വെരി ഗുഡ്. പക്ഷെ ഒരു മാർക്ക് എവിടെ പോയി? റഹദ്, നീ ഇങ്ങോട്ട് വാ. നാളെ മമ്മിനെ കൂട്ടിയിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇനി അടുത്തത് അംജദ്. അംജദ്, ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ കാണിച്ചു തരാം എത്ര മാർക്ക് എന്ന് അറിയണ്ടേ. 50 out of 20. എന്താ ഇത്? ഇങ്ങോട്ട് വാടാ. വാ, എന്നാ നിന്റെ പേപ്പറാ. തീരെ മാർക്കുമില്ല. 15 out of 20 അല്ലേ? നാളെ വരുമ്പോൾ പാരന്റ്സിനെ കൂട്ടിയിട്ട് 20 ടൈംസ് ഈ ആൻസർ ക്വസ്റ്റ്യൻസും എഴുതിയിട്ട് വന്നാൽ മതി കേട്ടോ ക്ലാസ്സിലേക്ക്. ഇനി അടുത്ത നീയാണ് റീമ. റീമ, ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണ്ടേ? എത്രയെന്ന് അറിയാം? 13 out of 20. ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഫുള്ള് കിട്ടും. പിന്നെ ഉണ്ടല്ലോ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. നീ എന്തായാലും ഇതങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചേക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ടീച്ചറാ, നമസ്കാരം. ഞാൻ റീമന്റെ ഫാദറാണ്. ഞാൻ ഫീസും കൊണ്ടുവന്നതാണ്. മാം, ചായ റെഡി. ഡാഡി, എന്തത്? എന്റെ മോൾ കൊണ്ട് പണിയെടുപ്പിക്കേ? വേർത്തല്ല ഒറ്റ തരം മാർക്കില്ലാത്തത്. ടീച്ചർ ഇങ്ങനെ പണിയെടുപ്പിച്ചാണ്ടല്ലോ ഞാൻ ബാലവേലക്ക് കേസ് കൊടുക്കും. ഇനി എന്റെ മോൾ കൂടെ പഠിക്കണ്ട. വാ മോളെ. ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ട്യൂഷൻ ടീച്ചേഴ്സ്. അപ്പൊ പലതരം ട്യൂഷൻ
ട്യൂഷൻ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ടെക് ട്യൂഷൻ ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. ബൈ.